ശബരിമലയിൽ നാളെ മകരവിളക്കാണ്. ഒരു വ്രതകാലത്തിൻ്റെ മണ്ഡലകാലത്തിൻ്റെ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് പോകുന്ന സമയം അയ്യപ്പന്മാരൊക്കെ കാത്തിരിക്കുകയാണ് മകരവിളക്ക് ഉത്സവത്തിനായിട്ട്. പുലർച്ചെ 2:30 മകരസംക്രമ പൂജയുണ്ട്. 6:30 തീർത്ഥാടകർക്ക് അതിനുശേഷം വൈകിട്ട് 6:30 തീർത്ഥാടകർക്ക് മകരവിളക്ക് ദർശിക്കാനാകും. സുരക്ഷ മുൻനിർത്തിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഒക്കെ സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ശ്യാമുണ്ട് നമ്മളോടൊപ്പം വിവരങ്ങളുമായി. ശ്യാം, സന്നിധാനത്ത് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ മകരവിളക്ക് ദർശിക്കാനായുള്ള ഭക്തരുടെ കാത്തിരിപ്പാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? സന്നിധാനത്തെ തിരക്കുകളൊക്കെ എങ്ങനെയുണ്ട്? മനു, ഗുഡ് മോർണിംഗ്. ഒരു വ്രതാനുഷ്ഠാന കാലത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ശബരിമലയിലെ തീർത്ഥാടകരുടെ ഒരു ഒഴുക്ക് തന്നെയാണ് രാവിലെ മുതൽ തന്നെ. എന്തായാലും ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ മകരവിളക്കും മകരജ്യോതി ദർശിക്കാനുമുള്ള ആ തീർത്ഥാടകരുടെ ഒരു തിരക്ക് സന്നിധാനത്തേക്ക് ഈ ഒരു മണിക്കൂറുകളിലും അനുഭവപ്പെടുകയാണ്. എന്തായാലും ഒരു നാളെ രാവിലെ കൂടി തന്നെ കൂടുതൽ ചടങ്ങുകൾ തുടക്കമാകും. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ പ്രാസാദ ശുദ്ധിക്രിയ അടക്കമുള്ള ചടങ്ങുകൾ, പ്രത്യേക പൂജാ ചടങ്ങുകളെല്ലാം തന്നെ നടന്നു. ഇന്നും കൂടുതൽ പൂജാ ചടങ്ങുകളെല്ലാം തന്നെ നടക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഇന്ന് പമ്പ സദ്യയും പമ്പ വിളക്കുമാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകളായി മാറുന്നത്. ഉച്ചയ്ക്ക് പമ്പ സദ്യയും വൈകിട്ടോടുകൂടി തന്നെ പമ്പ വിളക്കും നടക്കും. അത് കാണാനുള്ള ഒരു തീർത്ഥാടകരുടെ ഒഴുക്കും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വളരെ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ ഒരു തിരക്കിൽ നിന്നും മാറി കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. കൂടുതൽ തീർത്ഥാടകർ ഈ ഫ്ലൈ ഓവറുകൾ നിറഞ്ഞു കവിഞ്ഞ് അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന തീർത്ഥാടകരെയാണ് കാണുന്നത്. എന്തായാലും ഇവരെല്ലാം തന്നെ ഇന്നും നാളെയും ഇവിടെ തമ്പടിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഈ സന്നിധാനത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലും വിവിധ ഭാഗങ്ങളിലുമായി തമ്പടിച്ചുകൊണ്ട് മകരജ്യോതി ദർശനവും മകരവിളക്കും കാണാനുള്ള ആ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയാക്കുകയാണ്. ഈ പറയുകയാണെങ്കിൽ തിരുവാഭരണ പേടകവാഹക സംഘത്തെ ഘോഷയാത്രയെക്കുറിച്ചാണ്. ഇന്നലെ പുറപ്പെട്ട ഘോഷയാത്ര ഉച്ചയ്ക്ക് 1:30 പന്തളം കൊട്ടാരത്തിൽ നിന്ന്, സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ട ഘോഷയാത്ര ഇന്നലെ അയിരൂരിലെ ക്ഷേത്രത്തിലായിരുന്നു വിശ്രമിച്ച് ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ അയിരൂർ ക്ഷേത്രത്തിൽ ഈ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കിയ ശേഷം പുലർച്ചെ പുറപ്പെടുകയും ചെയ്തു. പുലർച്ചെ പുറപ്പെട്ട് ഇന്ന് വൈകിട്ട് ലാഹ സത്രത്തിലായിരിക്കും തിരുവാഭരണ പേടകവാഹക സംഘത്തിൻ്റെ ഈ 2ാം ദിന യാത്ര അവസാനിക്കുക. തുടർന്ന് ലാഹ സത്രത്തിൽ നിന്ന് നാളെ രാവിലെയോടുകൂടി തന്നെ പുലർച്ചയോടുകൂടി തന്നെ ഈ ഒരു യാത്ര വീണ്ടും ആരംഭിക്കുകയും ചെയ്യും. ഇതിനുശേഷം നീലിമലയും അതോടൊപ്പം തന്നെ അട്ടത്തോടുമെല്ലാം തന്നെ കടന്ന് നിലവിൽ പമ്പയും കടന്ന് ശരംകൊത്തിയിലേക്ക് എത്തും. ആ സമയത്ത് തന്നെ നാളെ 15 രാവിലെ പ്രത്യേക പൂജാ ചടങ്ങുകൾക്ക് ശേഷം അടയ്ക്കുന്ന ക്ഷേത്രനട വൈകിട്ടോടുകൂടി, അതായത് 3:00 തിരുവാഭരണ പേടകവാഹക സംഘത്തെ യാത്രയാക്കാനായിട്ട് പ്രത്യേക ദേവസ്വം ബോർഡ് പ്രതിനിധികളെ എല്ലാം തന്നെ മേൽശാന്തി മാലയണിയിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ശരംകൊത്തിയിലേക്ക് യാത്രയാക്കും. ശരംകൊത്തിയിൽ നിന്ന് ഈ സംഘത്തെ സ്വീകരിച്ചുകൊണ്ട് 18ാം പടിയിലേക്ക് എത്തുകയും 18ാം പടിക്ക് മുകളിൽ നിന്നുകൊണ്ട് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണ പേടകം 1ാമത്തെ പേടകം സ്വീകരിച്ച് സോപാനത്ത് എത്തിച്ച് സോപാനത്തിനകത്ത് ശ്രീകോവിലിനുള്ളിൽ പ്രവേശിച്ച് ഈ ആഭരണം അയ്യപ്പന് ചാർത്ത് ദീപാരാധന നടക്കുമ്പോഴായിരിക്കും കിഴക്കൻ ചക്രവാളത്തിൽ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുക. അതിനുശേഷം എല്ലാവരും പിന്നീട് 18ാം പടി ചവിട്ടുന്നതിനുള്ള എല്ലാവർക്കും നിയന്ത്രണങ്ങൾ മാറ്റി സന്നിധാനത്തേക്ക് അല്ലെങ്കിൽ ശ്രീകോവിലിൻ്റെ സമീപത്തേക്ക് പ്രവേശനം അനുവദിക്കുന്ന തരത്തിലാണ് ക്രമീകരണം. എന്തായാലും നാളെ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് മകരസംക്രമ പൂജയാണ്. ഇത്തവണ മകരസംക്രമ പൂജ എന്ന് പറയുന്നത് നാളെ പുലർച്ചെ 2:46 അതിനാൽ തന്നെ ഇന്ന് വൈകിട്ട് 10:50 ഹരിവരാസനം ചൊല്ലി ക്ഷേത്രനട അടയ്ക്കുന്ന നട പുലർച്ചെ 2:15 വീണ്ടും തുറക്കുകയും ചെയ്യും. ഇതിന് 2:30 ചടങ്ങുകൾ നടക്കുകയും 2:46 മകരസംക്രമ അഭിഷേക ചടങ്ങുകൾ പൂർത്തിയാകുകയും ചെയ്യും. തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേക ദൂതൻ മുഖേന കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു അഭിഷേക ചടങ്ങുകൾ നടക്കുക. ഇങ്ങനെയാണ് ക്ഷേത്ര ചടങ്ങുകൾ നടക്കുക. ഇനി പ്രധാനമായും സുരക്ഷയിലേക്ക് വരികയാണെങ്കിൽ 2500 പോലീസുകാരെയാണ് സുരക്ഷാ ഡ്യൂട്ടിക്കായി കഴിഞ്ഞ ദിവസം നിയോഗിച്ചെങ്കിൽ ഇന്നലെ 1000-ലധികം പോലീസുകാരെ കൂടി അധികമായി വിന്യസിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ DGP ഇന്നലെ സന്നിധാനത്തെത്തി ഈ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് വിശദമാക്കുകയും ചെയ്തു. എന്തായാലും 3500 പോലീസുകാരെയായിരിക്കും സുരക്ഷാ ഡ്യൂട്ടിക്ക് മാത്രമായി വിന്യസിച്ചിരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തിരിച്ചു പോകുമ്പോൾ മകരവിളക്ക് കഴിഞ്ഞ് പോകുമ്പോൾ തീർത്ഥാടകർക്ക് സുഗമമായ പമ്പയിലേക്ക് എത്തിച്ചേരാനുള്ള സുഗമമായ പാത ഒരുക്കാനായിട്ട് വിവിധ പോയിന്റുകളിലെല്ലാം തന്നെ പോലീസിൻ്റെ സേവനവും ഉണ്ടാകും. ഒപ്പം തന്നെ KSRTC പ്രത്യേക സർവീസുകൾ അധിക ബസ്സുകളായിട്ട് നിലവിൽ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും 100-ലധികം ബസ്സുകൾ ഇത്തവണയും KSRTC എത്തിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പമ്പയിൽ നിന്ന് നിലയ്ക്കലെത്തി തീർത്ഥാടകർക്ക് അവിടെ നിന്ന് അവരുടെ സ്വന്തം വാഹനങ്ങളിലെല്ലാം തന്നെ
സ്വദേശത്തേക്ക് മടങ്ങുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് വിവിധ ഇടങ്ങളിൽ, അതായത് 10 ഇടങ്ങളിലാണ് നിലവിൽ മകരവിളക്ക് ദർശനത്തിനുള്ള ഇടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ ഇടങ്ങളുടെ സമീപത്തുകളിലെല്ലാം തന്നെ അന്നദാനവും പ്രത്യേക സൗജന്യമായിട്ട് കുടിവെള്ള വിതരണം അടക്കം ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വിപുലമായ ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡും പോലീസും മറ്റ് വിവിധ വകുപ്പുകൾ ചേർന്ന് ഏകോപിപ്പിച്ച് നടത്തിയിട്ടുണ്ട്. മനു, ശരി ശ്യാമാണ് വിവരങ്ങൾ സന്നിധാനത്ത് നിന്ന് നമുക്ക് നൽകിയത്. സന്നിധാനത്തെ ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ്. ഇനി മകരവിളക്കിനായിട്ടുള്ള കാത്തിരിപ്പാണ്. ഒരു മണ്ഡലകാലത്തിൻ്റെ ഒരു വ്രതകാലത്തിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഏറ്റവും സുഗമമായ ഒരു തീർത്ഥാടനം മുന്നോട്ട് പോകുന്നു. വിവരങ്ങളാണ് ശ്യാം നൽകിയത്.